അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഗ്ലിംസ് കണ്ട ഭൂരിഭാഗം പേരുടെയും ഡൗട്ട്സ് ആയിരിക്കും ആരാണ് ശരിക്കും ഈ ഒരു നമോർ, ഇവ ഇപ്പൊ എവിടെ നിന്നാണ് മാർവലിലേക്ക് വന്നത്, ഡൂംസ്ഡേയിൽ ഇവന്റെ റോൾ എന്താണ് എന്നുള്ളതൊക്കെ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല ഇൻസ്റ്റാഗ്രാം പോസ്റ്ററുകളിലും നമോറിന്റെയും ഫാന്റാസ്റ്റിക് ഫോറിലെ സ്യൂവിന്റെ ഒക്കെ ഒരു കോമിക് സീന് ഡൂംസ്ഡേയിൽ നടക്കാൻ പോകുന്നു എന്നൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ബ്ലാക്ക് പാന്തർ വക്കാൻഡ ഫോർവേഡ് കണ്ടുള്ള പലർക്കും ഇയാൾ അറിയായിരിക്കും. പക്ഷെ എൻഡ് ഗെയിമിന്റെ ശേഷം പ്രോപ്പറായിട്ട് മാർവൽ അങ്ങനെ ഫോളോ അപ്പ് ചെയ്യാത്ത പല ഫാൻസിനും നമോർ ഇപ്പൊ പെട്ടെന്ന് എവിടെ നിന്നാണ് വന്നതെന്ന് അറിയാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ശരിക്കും ആരാണ് ഈ ഒരു നമോർ എന്നാണ്. സോ വെൽക്കം ടു ബിയോണ്ട്. ഈ നമോറിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ ഓൾറെഡി ഉണ്ട്. ഒട്ടുമിക്കതും കോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ആയിരുന്നു. പക്ഷെ നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് കറന്റ്ലി മാർവൽ എങ്ങനെയാണ് ഇയാളെ കാണിച്ചിട്ടുള്ളത് എന്നൊരു രീതിയിലാണ്. 2022 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ബ്ലാക്ക് പാന്തർ വക്കാൻഡ ഫോർവേഡ് എന്ന് പറയുന്ന മൂവിയിലാണ് ആദ്യമായിട്ട് മാർവൽ നമോറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ശരിക്കും ഇയാളുടെ ഒരു ഒറിജിൻ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ 16th സെഞ്ചുറി, അതായത് ഏകദേശം ഒരു 1571 AD നമ്മൾ പോകണം. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്നത്തെ മെക്സിക്കൻ കരീബിയൻ കോസ്റ്റൽ റീജിയൻ, അതായത് ആ കാലഘട്ടത്തിലെ ആൻഷ്യൻ മായൻ സിവിലൈസേഷന്റെ ഒക്കെ ഭാഗമായിട്ടുണ്ടായിരുന്ന യുക്കാറ്റൻ പെനിൻസുലയിൽ സാമ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് നമോർ ജനിക്കുന്നത്. നമോറിന്റെ അമ്മ ആ ട്രൈബിൽ ഉണ്ടായിരുന്ന ഫെൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയായിരുന്നു. ആ ഒരു സമയത്താണ് അവിടെ സ്പാനിഷ് ഇൻവേഷൻ ഒക്കെ നടക്കുന്നത്. അതിന്റെ ഒക്കെ ഭാഗമായിട്ട് തന്നെ സ്മാൾ പോക്സ് ബാധിച്ച് എല്ലാവരും മരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇതൊക്കെ നടക്കുന്ന ടൈമിൽ നമോറിന്റെ അമ്മ ഗർഭിണിയായിരുന്നു. ഈ നമോറിന്റെ അച്ഛൻ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ആ കൂട്ടത്തിൽ ഒരു സ്പാനിഷുകാരനാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ കോമിക്സിൽ കഥ വേറെയാണ്. അത് നമുക്ക് അവസാനം പറയാം. ബ്ലാക്ക് പാന്തർ വക്കാൻഡ ഫോർവേഡ് എന്ന് പറയുന്ന സിനിമയിൽ വക്കാൻഡയിൽ മാത്രമല്ല നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രദേശത്ത് കടലിന്റെ അടിയിലായിട്ട് വൈബ്രേനിയത്തിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. വക്കാൻഡയിലെ വൈബ്രേനിയത്തിന്റെ പ്രസൻസ് ഉള്ള മണ്ണിൽ നിന്ന് എങ്ങനെയാണോ ഹാർട്ട് ഷേപ്ഡ് ഓർബ് ഉണ്ടാവുന്നത്, അതേപോലെ കടലിന്റെ അടിയിലും വൈബ്രേനിയത്തിന്റെ ഒരു ചെടി ഉണ്ടാവുന്നുണ്ട് എന്നാണ് സിനിമയിൽ പറയുന്നത്. സോ ആളുകളൊക്കെ ഇങ്ങനെ മരിച്ചു തുടങ്ങിയപ്പോൾ ട്രൈബിന്റെ തലവന് അവരുടെ, അതായത് മായൻസിന്റെ മഴയുടെ ദൈവമായിട്ടുള്ള ചാക്ക് ഈ ചെടി അരച്ചു കുടിച്ചാൽ അസുഖം മാറും എന്നൊക്കെ ഒരു വിഷം കാണിക്കുകയാണ്. ദൈവം പറഞ്ഞതായതുകൊണ്ട് അവർ അതുപോലെ ചെയ്തു. ഈ ഒരു പരിപാടി ചെയ്തതോടെ അവരൊക്കെ കുഴഞ്ഞു വീണിട്ട് പിന്നെ അവതാറിലെ മനുഷ്യരുടെ പോലെ ആവുകയാണ് ഉണ്ടായത്. സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ അവർക്ക് കരയിൽ നിന്ന് ശ്വാസം എടുക്കാനുള്ള ഒരു കഴിവ് പോയിട്ട് വെള്ളത്തിൽ നിന്ന് സ്കിന്ന് വഴി ശ്വസിക്കാനുള്ള ഒരു കഴിവ് കിട്ടി. പിന്നീട് അങ്ങോട്ടാണ് അവർ കര വിട്ടിട്ട് കടലിൽ പോയി ജീവിക്കാൻ തുടങ്ങിയത്. നമോറിന്റെ അമ്മയാണെങ്കിൽ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ഇത് കുടിച്ച കാരണം നമോർ ഓട്ടോമാറ്റിക്കലി ഇതേ കഴിവോടെയാണ് വെള്ളത്തിൽ ജനിച്ചത്. അതുമാത്രമല്ല ബോണസ് ആയിട്ട് നമോറിന് കാലിൽ 2 ചിറക് പോലത്തെ സെറ്റപ്പ് ഉണ്ട്. അത് വെച്ചിട്ട് വളരെ സ്പീഡിൽ വെള്ളത്തിലും കരയിലും പറക്കാൻ പറ്റും. അതിപ്പോ കടലിലാണെങ്കിൽ പുള്ളിക്കാരൻ കുറച്ച് എക്സ്ട്രാ സ്പീഡിയാണെന്ന് പ്രത്യേകം സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല പവർഫുൾ ആയിട്ടുള്ള സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത്, ലൈക്ക് വലിയ ഹെലികോപ്റ്റേഴ്സ്, മെഷീൻസ്, എയർക്രാഫ്റ്റ് ഇതൊക്കെ തൂക്കിയെടുത്ത് എറിയാൻ മാത്രം സ്ട്രെങ്ത്തും ഉണ്ട്. ഇതിന്റെ ഒക്കെ കൂടെ ഓഷ്യൻ ലൈഫ് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ്, വെള്ളം കൺട്രോൾ ചെയ്യാനുള്ള കഴിവ്, സൂപ്പർ ഹീലിംഗ്. ബേസിക്കലി ഇയാൾ മാർവലിന്റെ ഒരു അക്വമാൻ ആണ്. പിന്നെ ഇത്രയും കാലമായിട്ട് ഇയാൾ എവിടെയായിരുന്നു ചോദിച്ചാൽ ഇയാൾ അങ്ങനെ കഴിഞ്ഞ 450 വർഷങ്ങളായിട്ട് കടലിന്റെ അടിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇയാൾ ജനിച്ച് ജീവിച്ച കാലഘട്ടങ്ങളിലൊന്നും അവഞ്ചേഴ്സോ ഒന്നുമില്ല. പക്ഷേ ഈ നമോറും ജനിക്കുന്നതിന്റെ മുമ്പ് തൊട്ടേ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന വേറെ ചില ആൾക്കാരുണ്ടായിരുന്നു. അതിലൊന്നാമത്തെ ആണ് ഷാങ്ചിയുടെ അച്ഛനായിട്ടുള്ള സു വെൻവും പിന്നെ അയാളുടെ 10 റിങ്സും. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് അനുസരിച്ച് ഷാങ്ചിയുടെ അച്ഛൻ 10 റിങ്സ് കണ്ടെടുക്കുന്നത് ഏറെക്കുറെ 1000 AD അതിന്റെ ശേഷം 1000-ലധികം വർഷമായിട്ട് അയാൾ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഷാങ്ചി ദ ലെജൻഡ് ഓഫ് 10 റിങ്സ് എന്ന് പറയുന്ന മൂവിയിൽ പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് എറ്റേണൽസും സെലസ്റ്റിയൽ ബീൻസും. ഈ പറഞ്ഞ സു വെൻവുവിന്റെ മുന്നേ അറൌണ്ട് 7000 BC തൊട്ടേ അവർ ഭൂമിയിലുണ്ട്. എറ്റേണൽസ് എന്ന് പറയുന്ന സിനിമയിലാണ് അവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യാം, താഴെ കമന്റ് ചെയ്താൽ മതി. ഇനി മൂന്നാമതായിട്ട് കമാർ താജിലെ സോഴ്സറേഴ്സും ആൻഷ്യന്റ് വണ്ണും. ഡോക്ടർ സ്ട്രേഞ്ച് മൂവി അനുസരിച്ച് മിസ്റ്റിക്കൽ ആർട്സും സോഴ്സറേഴ്സും ഒക്കെ നൂറ്റാണ്ടുകളായിട്ട് ഈ ഒരു പരിപാടിയായിട്ട് ഭൂമിയിലുണ്ട്. നമോർ ജനിക്കുന്ന ടൈം, അതായത് 1571 ആവുന്നതിന് മുമ്പ് തന്നെ ന്യൂയോർക്ക്, ലണ്ടൻ, ഹോങ്കോങ് സിറ്റീസിലെ 3 സാങ്ക്ടംസും ഓൾറെഡി ഉണ്ട്. അതിന്റെയൊക്കെ കൂടെ ആൻഷ്യന്റ് വണ്ണും ജീവിച്ചിരിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് നമോർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ഇതുവരെ മാർവൽ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല എന്ന് വെച്ചാൽ നമോറും അവന്റെ ആൾക്കാരും കടലിൽ സെറ്റിൽ ആയപ്പോ തൊട്ട് തന്നെ അവർ വക്കന്റെ പോലെ കടലിലെ വൈബ്രേനൊക്കെ ഉപയോഗിച്ച് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് മാറുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ഏത് റീസൺ കൊണ്ടാണോ വക്കന്റെ പുറം ലോകമായിട്ട് ഇതുവരെ കണക്ഷൻ വെക്കാതിരുന്നത്, അതേ റീസൺ കൊണ്ട് തന്നെയാണ് നമോറും അവന്റെ ആൾക്കാരും സർഫസ് വേൾഡ് ആയിട്ട് ഇന്റർഫിയർ ചെയ്യാഞ്ഞത്. ബൈ ദ വേ നമോറിന്റെ ഈ ഒരു അണ്ടർ വാട്ടർ സിവിലൈസേഷന്റെ പേരാണ് തലോഗൻസ്. കടലിന്റെ അടിയിൽ ജീവിക്കുന്ന ഒരു വക്കന്റെ പോലെ തന്നെ അഡ്വാൻസ്ഡും ആണ്, അതുപോലെ വളരെ വലിയൊരു സിവിലൈസേഷനും ആണ്. സോ നമോർ തലോഗൻസിന്റെ കിങ് ആണ്. അതുപോലെ തന്നെ നമോറിന്റെ വേറൊരു പേരാണ് കുക്കുൽഖാൻ, വിച്ച് മീൻസ് ഫെതേർഡ് സെർപ്പന്റ് ഗോഡ്. അറ്റ്ലാന്റിസ് പോലെയൊക്കെ സിമിലർ ആണ് തലോഗൻസിന്റെ അണ്ടർ വാട്ടർ വേൾഡ്. ഇവരുടെ വേൾഡിൽ ചുഴി പോലുള്ള ഹൈ സ്പീഡ് വാട്ടർ പാസേജസ്, അതുപോലെ
അതുപോലെ സിറ്റീസ്, അതിന്റെ ഒക്കെ നടുക്ക് നമോർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വൈബ്രേനിയം ആർട്ടിഫിഷ്യൽ സണ്ണിനൊക്കെ മൂവിയിൽ കാണിക്കുന്നുണ്ട്. വെള്ളത്തിന്റെ അടിയിൽ സംസാരിക്കാൻ പറ്റുമോ ചോദിച്ചാൽ ചില വോയിഡ് പോലുള്ള ഏരിയകളൊക്കെ ഇവർക്കുണ്ട്. അതുപോലെ തന്നെ ഭാഷ സംസാരിക്കാനും ട്രാൻസ്ലേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ടെക്നോളജീസ് ഓൾറെഡി വേറെയുണ്ട്. അപ്പൊ എന്തൊക്കെയായാലും അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമോർ ഇത്രയും കാലം സർഫസ് വേൾഡ് ആയിട്ട് വലിയ കണക്ഷൻ ഒന്നും ഇല്ലാതെ ജീവിച്ചത്. പക്ഷെ റീസെന്റ് വക്കന്റെ വൈബ്രേനിയത്തിന്റെ പവർ വേൾഡിന് കാണിച്ചു കൊടുത്തോണ്ടും അമേരിക്കയിലെ ചില പ്രമുഖ ഒഫീഷ്യൽസ് ഈ അണ്ടർ വാട്ടർ വൈബ്രേനിയം ഉള്ളത് കണ്ടുപിടിച്ച് എക്സ്ട്രാക്ഷൻ തുടങ്ങിയപ്പോൾ അത് തലോഗൻസിന് ത്രെറ്റ് ആവുമെന്ന് മനസ്സിലാക്കിയാണ് ഇപ്പോ കറന്റ്ലി നമോർ അതിന്റെ ടെക്നോളജി ഉണ്ടാക്കിയ സയന്റിസ്റ്റിനെ അന്വേഷിച്ച് സർഫസ് വേൾഡിലേക്ക് വന്നിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ വക്കന്റെ ഫോറോർ എന്ന് പറയുന്ന സിനിമയിലുള്ള കാര്യങ്ങളാണ്, നമ്മൾ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വേറൊരു കാര്യം, നമോറിന് ജന്മന ഈ ഒരു ആംഫീബിയൻ സ്കില്ല് അഥവാ കരയിലും കടലിലും ജീവിക്കാനുള്ള കഴിവ്, കൂടെ ഈ ഒരു സ്ലോ ഏജിങ്, സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത്, കാലില് വിങ്സ്, ഇതൊക്കെ ഉള്ളതുകൊണ്ട് മാർവലിന്റെ ആദ്യത്തെ അല്ലെങ്കിൽ ഏർലിയസ്റ്റ് മ്യൂട്ടന്റ് ആയിട്ടാണ് ഇയാളെ പരിഗണിക്കുന്നത്. ഇനി നമുക്ക് കോമിക്സിന്റെ കാര്യങ്ങൾ സംസാരിക്കാം. അതിലേക്ക് വരുമ്പോൾ നമോർ കുറച്ചും കൂടി ഡിഫറന്റ് ആണ്. കോമിക്സിൽ നമോറിന്റെ ഫാദർ ഒരു ഹ്യൂമൻ സീ ക്യാപ്റ്റൻ ആണ്, സ്പാനിഷ് ഇൻവേഡർ അല്ല. അത് മാത്രമല്ല ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അണ്ടർ വാട്ടർ സിവിലൈസേഷൻ ആണ് അറ്റ്ലാന്റിസ്. ഈ അറ്റ്ലാന്റിസിൽ നിന്ന് സർഫസ് വേൾഡിലേക്ക് വന്ന ഫെൻ എന്ന് പറയുന്ന ഇവന്റെ അമ്മ അയാളുമായിട്ട് ഇഷ്ടത്തിലായിട്ടാണ് കോമിക്സിൽ നമോർ ജനിക്കുന്നത്. അതിന്റെ ശേഷം നമോർ അറ്റ്ലാന്റിസിന്റെ കിങ് ആവാണ് ഉണ്ടായത്. പക്ഷെ ഈ ഒരു പ്ലോട്ടും അറ്റ്ലാന്റിസും ഒക്കെ ഡിസിയുടെ അക്വാമാനായിട്ട് സിമിലാരിറ്റി കാണിക്കുന്നോണ്ടായിരിക്കണം മാർവൽ ഈ ഒരു കഥയെ മാർവലിന്റെ ഫ്ലോയ്ക്ക് അനുസരിച്ചിട്ട് റീഡിസൈൻ ചെയ്യാണ് ഉണ്ടായത്. കോമിക്സിൽ ഈ പറഞ്ഞ നമോറിന്റെ അച്ഛന്റെ പേര് ലിയാനാർഡോ മക്കൻസി എന്നും അതുവഴി നമോറിന്റെ ശരിക്കുള്ള ഫുൾ നെയിം നമോർ മക്കൻസി എന്നാണ് പറയപ്പെടുന്നു. നമോറിന്റെ പവേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീക്ക്നെസ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമോറിന്റെ സിനിമയിൽ കാണിക്കുന്ന ഒരു വീക്ക്നെസ് ഹീറ്റ് ആണ്. കരയിൽ ഒരുപാട് നേരം നിൽക്കുകയാണെങ്കിലും അതുപോലെ ഹീറ്റ് കൂടുകയാണെങ്കിലും അവന് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് സിനിമയിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ ഡൂംസ്ഡേയുടെ ഗ്ലിംസിലേക്ക് നോക്കുമ്പോൾ നമോറിനെ കാണിക്കുന്നത് ഏതോ ഒരു ഉണങ്ങി വരേണ്ട സ്ഥലത്ത് ഒരു എയർക്രാഫ്റ്റിന്റെ ഉള്ളിൽ ഇരിക്കുന്നതായിട്ടാണ്. സോ ഇതൊരു വലിയ ചർച്ച വിഷയമായിരുന്നു കുറച്ചു കാലം. വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ കോമിക്സ് എഡീഷനിൽ നമോർ അവഞ്ചേഴ്സിലും എക്സ്മെനിലും ഈവൻ ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ പാരലൽ യൂണിവേഴ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഇലുമിനാറ്റിയിൽ പോലും മെമ്പർ ആയിരുന്നു. കോമിക്സിലേക്ക് നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ സിനിമാറ്റിക് യൂണിവേഴ്സ് ആയിട്ട് കണക്ട് ആവാത്ത പല കാര്യങ്ങളും കാണാറുണ്ട്. എന്തൊക്കെയായാലും ആ ഒരു യൂണിവേഴ്സിൽ നമോർ എൻറ്റയർ ആയിട്ടുള്ള അൾട്ടർനേറ്റീവ് എർത്തുകളും ആ ഒരു ഇലുമിനാറ്റിയുടെ ഭാഗമായിട്ട് നശിപ്പിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. സോ വരാനിരിക്കുന്ന അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ വക്കൻഡയുടെ കൂടെ നമോർ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടായിട്ട് ഉണ്ടാവും എന്നുള്ളത് ഏറെക്കുറെ ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്തൊക്കെയായാലും ഗൈസ്, ഇത്രയൊക്കെയാണ് നിലവിൽ നമുക്ക് നമോറിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അങ്ങനെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കൂടെ അടിച്ചിരുന്നെങ്കിൽ വലിയ ഉപകാരമായേനെ. അതിന്റെ കൂടെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, അതുപോലെ ഇനി ഡൂംസ്ഡേയുടെ മുന്നേ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള വിഷയം ഏതാണെന്നും കൂടി കമന്റ് ബോക്സിൽ പറയണം. നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ